ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. റവയും നമ്മുടെ ബ്രെഡ് ഉണ്ടെങ്കിൽ ധാരാളം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണ് നമ്മുടെ ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഓറിഗാനോ ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 3 ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് നമുക്ക് ജസ്റ്റ് ഒന്ന് മുറിച്ച് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ ഒരു വെള്ളത്തിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളം വലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ബ്രെഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ. ബ്രെഡ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ ടെക്സ്ചർ ആവുന്നിടം വരെ നമുക്ക് ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്പാച്ചുല വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സോഫ്റ്റ്നെസ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് നീഡ് ചെയ്തെടുക്കാം, അതായത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളും നമ്മുടെ മാവ് ഇവിടെ, അതായത് നമ്മുടെ ബ്രെഡും റവ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കൈമേ പിടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനാവുന്നത് വരെ നമുക്കൊന്ന് തണക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോ പെർഫെക്റ്റ് ആയിട്ട് കൈമ പിടിക്കാൻ പറ്റുന്ന പാകത്തിൽ തണുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയൊരു സ്റ്റിക്കിനെസ് ഫീൽ ഉണ്ടാകും, പക്ഷേ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റിക്കിനെസ് തന്നെ ഓട്ടോമാറ്റിക്കലി അത് മാറിപ്പോകും. അപ്പോൾ അതുവരെ നന്നായിട്ട് നീഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, ആ ഒരു സ്റ്റിക്കിനെസ് മാറി നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെ നമ്മുടെ ഈ ഒരു ഡോ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈമേ കുറച്ച് ഓയിൽ, 2 കൈമേ നന്നായിട്ട് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. തീരെ കുഞ്ഞ് നെല്ലിക്കയുടെ വലുപ്പം പോലും വേണ്ട, അത്രയും കുഞ്ഞു ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. അതിനുശേഷം നന്നായിട്ടൊരു സ്ക്വയർ ഷേപ്പോ അല്ലെങ്കിൽ ഇതേ റൗണ്ട് ഷേപ്പിലോ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് താല്പര്യം ആ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. അതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ആ ഒരു സെയിം രീതിയിൽ തന്നെ ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കട്ടർ ഉണ്ടെങ്കിൽ, കുക്കീസിൻ്റെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ വെറുതെ റൗണ്ട് ഷേപ്പാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൈമേ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായി നമ്മൾ കടായിൽ ആവശ്യമനുസരിച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ അധികം ഓയിൽ വേസ്റ്റ് ആക്കാറില്ല. അപ്പോൾ ആവശ്യമനുസരിച്ച് ഓയിലൊന്ന് ചേർത്ത് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ടും നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ആ ഓയിൽ എത്രമാത്രം കൊള്ളൂ അത്ര അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടായതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, ആ ഒരു കളേഴ്സും ടെക്സ്ചറും നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഓയിലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ആക്കിയെടുക്കാം. ശേഷം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഈ ഒരു സ്നാക്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു ബ്രെഡും റവയും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. കുട്ടികൾക്കൊക്കെ അവധി തുടങ്ങിയല്ലോ, ഹോളിഡേയ്സ് ഒക്കെ തുടങ്ങി. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. പുറമെ നിന്ന് നല്ല ക്രിസ്പി ആണെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.